ടിപ്സ് ഒന്നും വരുന്ന പിള്ളേർക്ക് പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് ശേഷം വരുന്നവരല്ല ഐഫോൺ കണ്ടുപിടിച്ചു, നമ്മൾ കണ്ടുപിടിച്ചില്ലല്ലോ, പിന്നെ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അല്ലേ. ആദ്യം എന്നെയല്ലേ അറിയുള്ളൂ അവർക്ക്, എന്നെ കാണാവുന്നവരോട് അവനെ കണ്ടു അല്ലേ. ആദ്യം ഒരു മനോരമ മാതൃഭൂമിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നിങ്ങളൊക്കെ വന്ന് നിങ്ങളെന്താ ടിപ്സ് കൊടുക്കുന്നത് ന്യൂസിന്? കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാലും കടക്കല്ല അല്ല, നമ്മൾ ടിപ്സ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേർക്കൊക്കെ നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ട് അല്ല, അവന് എഴുത്ത് ആദ്യം മുതൽ താല്പര്യം ഉണ്ടായിരുന്നു. പണ്ട് എനിക്ക് മോണാക്ട് അവനാണ് എഴുതിയത് കാര്യമായിരുന്നു. അവനും ഞാൻ തമ്മിൽ 7 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ അവനെ എഴുതുന്ന മോണാക്ടാണ് ഞാൻ ഹൈസ്കൂളിൽ പോയി കളിക്കുന്നത്. എഴുത്തിനോട് കാരണം എഴുത്ത് എന്തുകൊണ്ടാ വരണേന്ന് വെച്ചാൽ വായനയുണ്ട്, വായിക്കും ഒരുപാട്. വായിക്കുന്നവരെ എഴുതുള്ളൂ, നമ്മൾ പറയുള്ളൂ, കേൾക്കുന്നവരാ നിറപറാന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ വൈകാറില്ല. നമ്മള് ഒരു പുസ്തകം വായി, ആ ഒറ്റ പുസ്തകം ഫിഫ്ത്ത് മൗണ്ടൈൻ എന്ന് പറഞ്ഞ പൗലോ കോയിലോയുടെ, അതോടും എല്ലാം കിട്ടിയല്ലേ. അത് അപ്പോഴാണ് പുസ്തകത്തിന്റെ വില മനസ്സിലായത്. നമുക്ക് നാളേക്കുള്ള ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തെ ഏട് എന്നുള്ള ഒരു പ്രതീക്ഷ എന്താണ് അപ്പുറത്തെ ഏട്. കാരണം ഒരു സമയമാകുമ്പോ ലൈറ്റ് ഓഫ് ചെയ്ത് തടച്ചിട്ട് കിടക്കണം. അറിയോ ജയിലിലെ കാര്യങ്ങളൊക്കെ? പോയില്ലല്ലോ, പോയി കൊള്ളു. പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ദുബായിലെ മഴ നിന്നല്ലോ, ഇപ്പൊ ഇവിടെ ചൂട് തന്നെ കൂടിക്കൊണ്ടിരിക്കും, ഊട്ടിയിലും ചൂട് അല്ലേ. സ്കൂൾ തുറക്കാറായി, മഴ പെയ്യുന്ന പ്രദേശത്തില് സിനിമയിലെ വിശേഷങ്ങൾ എന്താ? ലാസ്റ്റ് വിഷയം എന്താ? ആവേശത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഇപ്പൊ ഞാൻ തെലുങ്കില് പോകുമ്പോഴും അവര് സംസാരിക്കുന്നത് അതായത് ഹൈദരാബാദും നാട്ടിലൊക്കെ അവര് മലയാളപ്പടം കാണുന്നത് ഡബിളും കൂടിയല്ല, മനസ്സിലായോ? സലീമേട്ടന്റെ മകന്റെ ഒരു പടം മഞ്ഞുമൽ ബോയ്സ് 250 കോടി അടിച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ്. 250 കോടിയിലല്ല സന്തോഷം, ആൾക്കാർ പടം കാണുന്നതിനും അവർക്ക് ഇഷ്ടപ്പെടുന്നതിലാണ്. 250 കോടി എത്ര കോടി കിട്ടിയാലും കൊണ്ട് പോകും, എന്നറിയുള്ളൂ അല്ലേ. പടം ആൾക്കാരെ ഉള്ളിൽ കയറിയത് അങ്ങനെ കിട്ടും. സലീമേട്ടന്റെ മോനല്ലേ, അന്നെ കാണുമ്പോ അച്ഛന്റെ ചായ തോന്നല്ലേ? ഇല്ലേ? എന്ത് സലീമേട്ടൻ പറയും, സലീമേട്ടൻ തന്നെ പറയും, മതിയായിട്ടിരിക്കണം. മതിയായി ചെറുപ്പം മുതൽ കേൾക്കണല്ലേ അല്ലേ. പിന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു വരില്ല അങ്ങനത്തെ, ചിലവർക്ക് കറക്റ്റ് ചെറുപ്പത്തിൽ ഉണ്ടാവില്ല, പക്ഷെ വലുതാകുമ്പോ കറക്റ്റ് അങ്ങോട്ട് വരും. തിയേറ്ററിലൊക്കെ അമ്മയുടെ കൂടെ വൈഫിന്റെ കൂടെ ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് സലീമേട്ടർ നടന്നു വരുന്ന ഒരു ഫീലൊക്കെ കിട്ടാറുണ്ട്. പിന്നെ സലീമേട്ടൻ പറയുന്ന തക്കുകളൊക്കെ മകനിപ്പോ പറയാറുണ്ട്. എങ്ങനെയുണ്ട് മോന്റെ ഒരു വിജയത്തിൽ? എങ്ങനെയുണ്ട് സലീമേട്ടന്റെ പ്രതികരണം? എങ്ങനെയുണ്ട്? ആവട്ടെ, വന്നിട്ടല്ലേ ഉള്ളൂ. ഫീസ് കെട്ടിക്കാൻ പറ്റില്ലേ? ഫീസ് കെട്ടാൻ പഠിക്കുന്നുണ്ട്. അതെ, പണ്ട് അച്ഛൻ ഫീസ് കിട്ടും, പിന്നെ മോൻ അത് കണ്ട് ഫീസ് കിട്ടും. എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്? ടിപ്സ് ഉണ്ട്. വൈകുന്നേരം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഊണ് കഴിഞ്ഞിട്ട് ഇരുന്ന് ടിപ്സ് പറഞ്ഞു കൊടുക്കും. എന്ത് ടിപ്സാ? ആരും പറഞ്ഞ കേൾക്കണ്ട, ഈ എന്റെ ഇഷ്ടത്തിന് എന്റെ ഇഷ്ടം കണ്ടുപിടിച്ച് മുന്നോട്ട്
പറഞ്ഞ പോലെ നമ്മളാ ചേട്ടാ അപ്പൊ അനിയൻ നായകനായിട്ടൊരു പടത്തിലേക്ക് വരികയാണ്. എങ്ങനെയുണ്ട് ചേട്ടനോട് നേരത്തെ ഈ കഥ ഒക്കെ പറഞ്ഞായിരുന്നു? പറഞ്ഞു എങ്ങനെയുണ്ട്? എന്നെ ഒരുപാട് നാളായി ഏകമായിരുന്നു വിളിച്ചോണ്ടിരിക്കും. ഞാൻ പണ്ട് ഈ സമയത്താണോ ഏതായിരുന്നു വർഷം നമ്മുടെ സീനിയറിന്റെ പടം ഇറങ്ങിയത്? കട്ടപ്പച്ചയിലെ അസിസ്റ്റാകുമ്പോ എന്റെ പടം തകർച്ചുണ്ട്. നമുക്കായി ശ്രീനിവാസൻ കട്ടക്ക് നിൽക്കുക സംഗീതത്തിൽ അവാർഡ് ആർക്ക് അവാർഡ് അങ്ങനെ ഒന്ന് പൃഥ്വിരാജ്